മരടിൽ സുപ്രീം കോടതി വിധി നടപ്പായി. 4 അനധികൃത ഫ്ളാറ്റുകളും വിജയകരമായി മറ്റ് അപായങ്ങളൊന്നുമില്ലാതെ പൊളിച്ചു നീക്കി. അവസാന ഫ്ളാറ്റായ ഗോൾഡൻ കായലോരം ഉച്ചയ്ക്ക് 2:30 നിലം പൊത്തി. 16 നിലകളുള്ള ഗോൾഡൻ കായലോരം 5 സെക്കൻഡിൽ നിലം പതിച്ചു. 4 സ്ഫോടനങ്ങളും പൂർണ്ണ വിജയമായതോടെ ആശ്വാസത്തോടെ അധികൃതർ. സ്ഫോടനങ്ങൾ പൂർണ്ണ വിജയമായതിൽ ജില്ലാ ഭരണകൂടവും പോലീസും അഗ്നിരക്ഷാസേനയും സംതൃപ്തി രേഖപ്പെടുത്തി. ലോകത്ത് തന്നെ അത്യപൂർവമായ ദൗത്യമാണ് വിജയകരമായി അവസാനിച്ചത്. എൻ ശ്രീനാഥ് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീനാഥ്, വിജയകരമായ ദൗത്യം 2 ദിവസത്തെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിന് അന്ത്യമായിരിക്കുന്നു. എങ്ങനെ വിലയിരുത്താം ഈ ദൗത്യത്തെ? ദൗത്യം പൂർണ്ണ വിജയമായിരുന്നു. 4 ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയിൽ ഒന്നിൽ പോലും കാര്യമായ ഒരു അപകടവും ഉണ്ടായിട്ടില്ല. ഇന്ന് ഏറ്റവും അവസാനം പൊളിച്ച ഗോൾഡൻ കായലോരത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു പ്രശ്നം. അതായത് തൊട്ടടുത്തുള്ള കൂറ്റൻ കെട്ടിടത്തിന്റെ സ്വിമ്മിംഗ് പൂളിന് ചെറിയ തകരാറുകൾ സംഭവിച്ചു. അത് സംഭവിച്ചത് തന്നെ വലിയ കാര്യമായ തകരാറ് എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, അവിടെ തൊട്ടടുത്തുള്ള അംഗനവാടിക്ക് യാതൊരു കേടുപാടുകളും ഉണ്ടായിട്ടില്ല. അതിന് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിനും യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ഇത്തരത്തിൽ വളരെ കരുതലോടെ വളരെ കാര്യമായി ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. മാത്രമല്ല, ഇനി ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. അത് നീക്കാനായി ഒരു കമ്പനി, പെരുമ്പാവൂരുള്ള ഒരു കമ്പനി കരാർ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇത് നീക്കേണ്ട സ്ഥലം ചന്ദ്രൂരാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ചന്ദ്രൂരിലെ പ്രാദേശിക ഭരണകൂടം ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ മാത്രമാണ് ഒരു ചെറിയ ആശങ്ക നിഴലിക്കുന്നത്. അത് താമസിച്ചു പോയാൽ ഇവിടെ നിന്ന് സാധന സാമഗ്രികൾ നീക്കാൻ താമസം വരും. മാത്രമല്ല, സുപ്രീം കോടതി ഇത് പൊളിക്കാൻ നൽകിയ അന്ത്യശാസന സമയം ഇന്നായിരുന്നു അവസാനിച്ചത്. നാളെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് ചീഫ് സെക്രട്ടറി സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൂടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പൊളിക്കൽ പ്രക്രിയ പൂർണ്ണമായി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ശരി, ശ്രീനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏറ്റവും കൃത്യതയോടെ നിലം പൊത്തിയത് ജെയിൻ കോറൽ കോവായിരുന്നു. മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളിൽ ഏറ്റവും തലയെടുപ്പുള്ള ഫ്ളാറ്റും കോറൽ കോവായിരുന്നു. കടുകിട പിഴവില്ലാത്ത കൃത്യത. പാർക്കിംഗ് ഏരിയയിലേക്ക് ചരിഞ്ഞ് പവിഴപ്പുറ്റുപോലെ ഒരു കോൺക്രീറ്റ് കൂന. മരട് പഞ്ചായത്തിൽ കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ ഏറ്റവും ഉയരമേറിയ ഒന്നായിരുന്നു ജെയിൻ കോറൽ. 51 മീറ്റർ ഉയരം, 17 നിലകൾ, 128 അപ്പാർട്ട്മെന്റുകൾ. മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളിൽ ഏറ്റവും തലയെടുപ്പുള്ളത് കോറൽ കോവിനായിരുന്നു. ാണ് ജെയിൻ കോറൽ കോവിന് നിർമ്മാണാനുമതി ലഭിക്കുന്നത്. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി. ഏതാണ്ട് 1 ദശാബ്ദം തികയും മുമ്പ് എല്ലാം വീണ്ടും മണ്ണോട് ചേർന്നു. $372 കിലോ സ്ഫോടക വസ്തു, 2660 ദ്വാരങ്ങൾ, 86 ലക്ഷം രൂപ. ജെയിൻ കോറൽ കോവ് നിലംപൊത്താൻ പിന്നീട് വേണ്ടിവന്നത് 9 സെക്കൻഡിൽ താഴെ സമയം. ന്യൂസ് 18 കൊച്ചി. മരട് നഗരസഭയിൽ തീരദേശ നിയമം ലംഘിച്ച 4 ഫ്ളാറ്റുകളിൽ ഒന്നായ ഗോൾഡൻ കായലോരമാണ് അവസാനമായി നിലം പൊത്തിയത്. നിശ്ചയിച്ചതിലും 26 മിനിറ്റ് വൈകിയാണ് ഗോൾഡൻ കായലോരത്ത് സ്ഫോടനം ഉണ്ടായത്. ഫ്ളാറ്റിന് സമീപത്തുണ്ടായിരുന്ന അംഗനവാടിക്ക് ഒരു കേടുപാടും കൂടാതെയാണ് ഫ്ളാറ്റ് പൊളിച്ചത്. CN പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ട്. 17 നിലകളുണ്ടായിരുന്ന ഗോൾഡൻ കായലോരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. അതായത് സ്ഫോടനം നടന്ന്
കുറച്ച് നേരത്തിന് ശേഷം ഇവിടെ 17 നിലകളും 40 അപ്പാർട്ട്മെൻറ്റുകളും പൂർണ്ണമായി നിലംപതിച്ചിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുമില്ലാതെ ഈ സ്ഫോടനം നടത്താൻ കഴിഞ്ഞു, നിയന്ത്രിത സ്ഫോടനം നടത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്പം പൊടിപടലങ്ങൾ ആ സമയത്ത് സ്ഫോടനം നടന്ന സമയത്ത് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനും ഇപ്പോൾ ശമനമുണ്ടായിരിക്കുന്നു. അഗ്നിശമന സേനയുടെ ഫയർഫോഴ്സിൻ്റെ പ്രത്യേക സംഘം എത്തി അതും പൂർണ്ണമായി നിയന്ത്രിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ ഈ പൊടിപടലങ്ങൾ ഒപ്പം തന്നെ അവശിഷ്ടങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 7100 ടൺ അവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേരത്തെ കണക്കൂട്ടിയിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ നമുക്ക് നേരത്തെ അറിയാം 15 കിലോഗ്രാമിൽ താഴെയുള്ള സ്ഫോടക വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഫോടനം നടത്തിയത്. ഇതിൻ്റെ തൂണുകൾക്ക് മറ്റ് ഫ്ലാറ്റുകളെ അപേക്ഷിച്ച് ശക്തി കുറവായതുകൊണ്ടാണ് കുറച്ച് സ്ഫോടക വസ്തുക്കൾ മാത്രം ഉപയോഗിക്കേണ്ടി വന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ ഈ കായലോരത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് ഈ അവശിഷ്ടങ്ങൾ നീങ്ങുമോ എന്ന കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും അത്തരത്തിലുള്ള ആശങ്കകൾ അസ്ഥാനത്താണെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അംഗൻവാടി 5 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. വലിയ മുതൽ മുടക്കുള്ള അംഗൻവാടിയല്ല എങ്കിൽ പോലും ആ അംഗൻവാടിക്ക് പോലും ഒരു പരിക്കേൽക്കരുത്, അതിൻ്റെ ചില്ലുകൾ പോലും പോറരുത് എന്ന ഒരു നിഷ്കർഷ ഈ സ്ഥാപനത്തിനുണ്ടായിരുന്നു. ആ സ്ഫോടനം നടത്തിയ കമ്പനികൾക്കുണ്ടായിരുന്നു. അത്രയും ശാസ്ത്രീയമായി തന്നെ അതിൻ്റെ ചില്ലുകൾക്ക് മാത്രമാണ് ചെറിയ തോതിൽ ഒരു പൊട്ടൽ അനുഭവപ്പെട്ടുള്ളത്. കെട്ടിടത്തിന് ഏതെങ്കിലും പ്രകമ്പനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ അടിത്തറയ്ക്ക് കുലുക്കം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി ഇനിയും അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ 4 ഫ്ലാറ്റുകൾ പൊളിച്ചതും അങ്ങേയറ്റം ശാസ്ത്രീയമായിട്ടാണ്. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു പുതിയ കാഴ്ച കൂടിയായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ യോഗ്യമായിട്ടുള്ള വാസസ്ഥലങ്ങൾ അത് പൊളിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുന്നത്. വാസസ്ഥലങ്ങളിലുള്ള വാസയോഗ്യമായിട്ടുള്ള ഫ്ലാറ്റുകൾ പൊളിക്കുന്ന ദൗത്യം നടപ്പാക്കുന്നത്. മരടിലെ ഫ്ളാറ്റുകൾ തകർന്നപ്പോൾ വേദനയോടെ ഉടമകൾ. ഗോൾഡൻ കായലോരം ഫ്ളാറ്റ് തകർന്നു വീഴുന്നത് കാണാൻ ഇതിന്റെ 14-ാം നിലയിൽ താമസിച്ചിരുന്ന നീറ്റ എത്തിയിരുന്നു. ഇവിടുത്തെ തന്നെ താമസക്കാരനായിരുന്ന ജോർജ് ദൃശ്യങ്ങൾ ടിവിയിൽ കണ്ട ശേഷം അവശിഷ്ടങ്ങൾ കാണാനും എത്തി. ഈ തകർച്ച നേരിട്ട് കണ്ടിരുന്നു? ടിവിയിൽ കൂടി കണ്ടിരുന്നു. നേരിട്ട് കണ്ടോ? ഞാൻ ബണ്ട് റോഡിൽ നിന്ന് നേരിട്ട് കണ്ടായിരുന്നു. ഇവിടെ എത്ര നിലയിലായിരുന്നു താമസം? 14th ഫ്ലോർ. എന്ത് തോന്നി അത് നേരിട്ട് കണ്ടപ്പോ? നമ്മളുടെ സ്വന്തം ശരീരം ഒടിഞ്ഞു വീഴുന്ന എന്ത് പ്രതീതി അതുമാതിരി. ആൾക്കാർ ഭയങ്കര കയ്യടിയും ഭയങ്കര സന്തോഷവും. അവരുടെ വീടല്ലല്ലോ, അപ്പൊ അവർക്ക് അതിന്റെ ആ വികാരം മനസ്സിലാവത്തില്ല. ഞങ്ങളുടെ നെഞ്ചാണ് തകർന്നത്. എത്ര നാൾ ഇവിടെ താമസിച്ചാണ്? 5 years. നേരിട്ട് കാണാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി? എനിക്ക് കാണണമായിരുന്നു. കാരണം ഞാനിവിടെ എല്ലാ 2 ദിവസം, ഞാനിപ്പോൾ വയറ്റിലല്ല താമസിക്കുന്നത്, എല്ലാ 2 ദിവസം ഞാനിവിടെ വരും. കായലിന്റെ സൈഡിൽ കൂടെ നടക്കും, ഇതൊക്കെ വന്ന് കാണും. അപ്പൊ എനിക്കത് തകർന്ന് വീണ് അത് എന്റെ മനസ്സിൽ നിന്ന് ഫ്രീ ആക്കണമായിരുന്നു. ഐ ഹാഡ് ടു കം സീ. എന്തായിരുന്നു ആ സമയത്ത് ഒരു പ്രാർത്ഥന? ഇനി ആർക്കും ഇങ്ങനെ വരുത്തരുത് എന്നുള്ളതായിരുന്നു. ഞങ്ങൾ സഹിച്ചു. പക്ഷെ ഇവിടെ കുറെ ഇല്ലീഗൽ ഫ്ലാറ്റ്സ് ഉണ്ട്, സ്ഥലങ്ങളുണ്ട്. അതൊക്കെ പൊളിക്കാൻ പോണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പോയ ആ ഒരു സ്റ്റേജിൽ കൂടെ ഇനിയും കുറെ ആൾക്കാർ പോണ്ട വേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അത് വളരെ വിഷമമുള്ളൊരു. വിധി നടപ്പാകില്ല എന്ന ആശങ്ക മരടിലെ ഫ്ളാറ്റുകൾ നിലംപൊത്തിയതോടെ ജനങ്ങൾക്ക് മാറിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ നാദിറ പറഞ്ഞു. അനധികൃത കയ്യേറ്റങ്ങൾ നടത്തി ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ ഇനി ഭയക്കുമെന്നും നാദിറ വ്യക്തമാക്കി. പൊളിക്കൽ നടപടി കൃത്യമായി നടപ്പാക്കിയ എല്ലാവർക്കും ചെയർപേഴ്സൺ നന്ദിയും പറഞ്ഞു. ഇതുവരെ ഉണ്ടായിരുന്ന സംഘർഷങ്ങൾക്കൊടുവിൽ ഇന്നലെയാണ് ഒരു ആശ്വാസം കണ്ടെത്തിയത്. തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. കോടതി നിയമം നടപ്പിലാക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി എന്ത് തന്നെയായാലും അത് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ സുപ്രീം കോടതിയെ അറിയിക്കുകയാണ്. എല്ലാ ഭരണകൂടം ഏറ്റെടുത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ തുടക്കം മുതലേ തന്നെ പൊളിക്കൽ അവശിഷ്ടങ്ങൾ ഒരു പ്രോംപ്റ്റ് എൻ്റർപ്രൈസസ് എന്നൊരു കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ തന്നെ മരട് നഗരസഭ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവരിലൂടെ അത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കും. ലോകത്ത് തന്നെ അത്യപൂർവമായ ദൗത്യം നേരിയ പിഴവ് പോലുമില്ലാതെ പൂർത്തിയായതിന്റെ ആശ്വാസത്തിലാണ് കേരളം. പൊളിക്കൽ ഏറ്റെടുത്ത കമ്പനികളുടെ പിഴവില്ലാത്ത ഒരുക്കങ്ങളാണ് പ്രധാന വിജയഘടകമായത്. ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും പൂർണ്ണ സഹകരണവും നിർണായകമായി. 6.5 ലക്ഷത്തിലേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 4 ഉഗ്രസ്ഫോടനങ്ങൾ. തവിടുപൊടിയായത് 4 കൂറ്റൻ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ.
അടുത്തുള്ള കെട്ടിടങ്ങൾക്കോ വീടുകൾക്കോ പോറൽ പോലും ഏൽക്കില്ലെന്ന് ആദ്യം പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല. പക്ഷേ തൊട്ടുനിന്ന ചെറു വീടുകൾക്ക് പോലും കേടുപറ്റാതെ ദൗത്യം പൂർത്തിയായപ്പോൾ എല്ലാവർക്കും ആശ്വാസം. ഫസ്റ്റ് പൊട്ടിക്കുന്നു പറഞ്ഞപ്പോഴേക്കും പേടിയുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ വീടിന് പക്ഷെ ഒരു കുഴപ്പമില്ല, നിറയെ പൊടിയാണ്, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. പൊട്ടലോ പാടൊന്നും പ്രത്യക്ഷത്തിലൊന്നും കാണാനില്ല. ട്രാഫിക് നിയന്ത്രിക്കാൻ മാത്രം 300 പോലീസുകാർ, ജനങ്ങളെ ഒഴിപ്പിക്കാൻ 500 പോലീസുകാർ വേറെ, 14 യൂണിറ്റുകളിലായി 70 അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, സാങ്കേതിക വിദഗ്ധരും തൊഴിലാളികളുമടക്കം 1500-ലേറെ മനുഷ്യരുടെ അർപ്പണബോധത്തിന്റെ കൂടി ഫലമാണ് വിജയകരമായ ദൗത്യം. നേരത്തെ 2 നിയന്ത്രിത സ്ഫോടനം കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മുടെ പ്രദേശത്തെല്ലാവരുടെയും ഒരു ആശങ്ക കുറയുകയും ഇത് വളരെ അപകടരഹിതമായിട്ട് നടക്കും എന്നൊരു തോന്നലുണ്ടാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് വളരെ ലാഘവത്തോടു കൂടിയാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. എഡിഫസിന്റെ ഉത്കർഷ് മേത്ത, ജെറ്റ് ഡിമോളിഷന്റെ ജോ ബ്രിങ്മാൻ, വിജയ് സ്റ്റീൽസിന്റെ ആനന്ദ് ശർമ്മ, സ്ഫോടന വിദഗ്ധരായ ശരത് ബി സർവാത്തെ, ഡോക്ടർ ആർ വേണുഗോപാൽ തുടങ്ങി അറിയപ്പെടുന്ന വിദഗ്ധരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം കൂടിയാണ് ദൗത്യത്തെ കുറ്റമറ്റതാക്കിയത്. 100,000-ഓളം ടൺ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ നീക്കുകയെന്ന ജോലിയാണ് ഇനി ബാക്കി. അതിന് 2 മാസമെടുക്കും. തീരദേശ പരിപാലന നിയമം ലംഘിക്കുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഫ്ളാറ്റ് പൊളിച്ചു നീക്കിക്കൊണ്ട് നൽകുന്നത്. ഉണ്ടായിരുന്ന ആശങ്കകൾ അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ സ്ഫോടനം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും കണ്ണൻ പ്രസന്നൊപ്പം CN പ്രകാശ്, ന്യൂസ് 18. മരടിലെ 3 ഫ്ളാറ്റുകൾ നിലം പതിച്ചത് ജെറ്റ് ഡെമോളിഷൻസ് എന്ന കമ്പനിയുടെ കൂടെ നേതൃത്വത്തിലാണ്. സ്ഫോടനത്തിൽ കെട്ടിടങ്ങൾ ചുറ്റുമതിലിനുള്ളിലേക്ക് തന്നെ നിലം പതിക്കുന്ന രീതിയിലായിരുന്നു ക്രമീകരണങ്ങൾ. ദൗത്യം പൂർണ്ണ വിജയമാണെന്ന് ജെറ്റ് ഡെമോളിഷൻ കമ്പനി CEO ജോ ബ്രിക്മാൻ പറഞ്ഞു. മരടിൽ തീരദേശ നിയമം ലംഘിച്ച് പണിതുയർത്തിയ ഹോളി ഫെയ്ത്ത്, ഗോൾഡൻ കായലോരം, ജയൻ കോറൽ കോവ് എന്നീ കെട്ടിട സമുച്ചയങ്ങളാണ് എഡഫസുമായി ചേർന്ന് ജെറ്റ് ഡിമോളിഷൻസ് നിലം പതിപ്പിച്ചത്. കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ, ആവശ്യമായ ക്രമീകരണങ്ങൾ, ആശങ്കകൾ അവസാനിപ്പിച്ച് ഓരോ കെട്ടിടവും കൃത്യമായി ചുറ്റുമതിലിനുള്ളിലേക്ക് തന്നെ നിലം പതിച്ചു. പ്രതികൂല ഘടകങ്ങളെ തരണം ചെയ്തുകൊണ്ടുള്ള കൃത്യമായ ഇംപ്ലോസീവ് ഡിമോളിഷൻ. മരടിലെ ദൗത്യം പൂർണ്ണ വിജയമെന്ന് ഫ്ളാറ്റ് പൊളിക്കൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജെറ്റ് ഡിമോളിഷൻ കമ്പനി CEO ജോ ബ്രിഗ്മാൻ. Well, we've had 3 quite successful implosions. Everything is on the ground. Everything is safe. ഇന്ത്യയിൽ ആദ്യമായാണ് ജെറ്റ് ഡിമോളിഷൻ കമ്പനിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നിയന്ത്രിത സ്ഫോടനം നടത്തി കെട്ടിടങ്ങൾ പൊളിച്ചു വീഴ്ത്തുന്നത്. മരടിലെ കെട്ടിടങ്ങൾ നിലം പതിച്ചപ്പോൾ താരമായത് ദക്ഷിണാഫ്രിക്കൻ കമ്പനിയായ ജെറ്റ് ഡിമോളിഷ് കൂടിയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം വിനീത VG, ന്യൂസ് 18. എങ്ങനെ ഈ 5 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ എങ്ങനെ പൊളിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ ചേർത്ത് സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തീരപരിപാലന നിയമം ലംഘിച്ച് മരടിൽ നിർമ്മിച്ച 4 ഫ്ളാറ്റുകളും മണ്ണടിഞ്ഞിരിക്കുകയാണ്. ആദ്യമായി തന്നെ തകർന്നത് ഹോളി ഫെയ്ത്ത്, പിന്നീട് ആൽഫാസറിൻ 2 ടവറുകളാണ് ഉണ്ടായിരുന്നത്. ജെയിൻ, അതോടൊപ്പം ഗോൾഡൻ കായലോരം. ഹോളി ഫെയ്ത്ത് H2O ഇക്കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള ഫ്ളാറ്റുകളിൽ ഒന്നായിരുന്നു. 19 നിലകളാണ് ഹോളി ഫെയ്ത്തിന് ഉണ്ടായിരുന്നത്. 90 അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഈ 90 അപ്പാർട്ട്മെൻറ്റുകളുള്ള ഈ കെട്ടിടത്തിൻ്റെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് 50 മീറ്റർ ആയിരുന്നു. ഈ കെട്ടിടം തകർത്തത് ഏതാണ്ട് 37 മുതൽ 46 ഡിഗ്രി വരെ ചരിച്ച്. കാരണം അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കെട്ടിടങ്ങളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് 212 കിലോ സ്ഫോടക വസ്തുക്കളാണ്. ഇതിനുവേണ്ടി ചെലവഴിച്ചതാകട്ടെ ഏതാണ്ട് 64 ലക്ഷം രൂപയും. ഇതാ ഇങ്ങനെയാണ് ഹോളി ഫെയ്ത്ത് നിലം പതിക്കുന്നത്. ഹോളി ഫെയ്ത്തിന് ശേഷം ആൽഫാസറിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരട്ട ടവറാണ്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏതാണ്ട് 50 മീറ്ററോളം വരും. 16 നിലകൾ, 73 അപ്പാർട്ട്മെൻറ്റുകൾ. ഈ കെട്ടിടങ്ങളിൽ, പൊളിച്ച കെട്ടിടങ്ങളിൽ ഏറ്റവും സവിശേഷമായി തകർക്കേണ്ടി വന്ന കെട്ടിടങ്ങളിൽ ഒന്നാണ് ആൽഫ എന്ന് പറയുന്നത്. കാരണം അത് ട്വിൻ ടവർ ആയതുകൊണ്ട് തന്നെ 61 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ചെലവെന്ന് പറയുന്നത്. ഏതാണ്ട് 21,400 ടൺ മാലിന്യമാണ് ഈ കെട്ടിടം തകർന്നു വീണപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇങ്ങനെയാണ് ആൽഫാസറിൻ തകരുന്നത്.
രണ്ടാം ദിവസത്തിൻ്റെ തുടക്കം ജെയിൻ കോറൽ കോവിലാണ്. ജെയിൻ കോറൽ കോവ് പറഞ്ഞതിനേക്കാൾ അല്പം വൈകിയാണ് പൊളിച്ചത് എങ്കിൽ പോലും ഇത് ഈ തകർത്തതിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ്. മാത്രമല്ല ഏറ്റവും അധികം ആളുകൾ താമസിച്ചിരുന്നതും ജെയിൻ കോറൽ കോവിൽ തന്നെയാണ്. 51 മീറ്ററാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. 125 അപ്പാർട്ട്മെൻറ്റുകൾ ഇതിലുണ്ടായിരുന്നു. 16 നിലകളാണ് ജെയിൻ കോറൽ കോവിൽ ഉണ്ടായിരുന്നത്. ജെയിൻ കോറൽ കോവ് തകരുന്നത്, ഇത്രയും വലിയ കെട്ടിടം നമ്മൾ കാണുമ്പോൾ ഇത് തകരുന്നത് നോക്കുക. വെറും 9 സെക്കൻഡുകൾ കൊണ്ട് മാത്രമാണ് ജെയിൻ കോറൽ കോവ് നിലം പൊത്തുന്നത്. രണ്ട് സ്ട്രക്ചറായിരുന്നു ഗോൾഡൻ കായലോരം എന്ന് പറയുന്നത്. ഇതിന് 16 നിലകളാണ് ഉണ്ടായിരുന്നത്, 40 അപ്പാർട്ട്മെൻറ്റുകൾ, 50 മീറ്റർ ഉയരം. ഇതായിരുന്നു ഗോൾഡൻ കായലോരത്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. കായലിൻ്റെ രണ്ട് വശത്തും കായലുണ്ട്, ആ കായലിലേക്ക് വീഴാതെ വീഴ്ത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഗോൾഡൻ കായലോരം മണ്ണോട് മണ്ണടി. ഇതുമായി ബന്ധപ്പെട്ട് ഇനി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകുകയാണ് അടുത്ത നടപടി എന്ന് പറയുന്നത്. അതേസമയം തന്നെ മറ്റ് പലതും കാപ്പിക്കോ അടക്കമുള്ള വിവാദങ്ങൾ ഇക്കൂട്ടത്തിൽ ഉയർന്നു വരുന്നുമുണ്ട്. ഏതായാലും കായൽ കയ്യേറ്റക്കാർക്ക് തീരപരിപാലന നിയമം ലംഘിക്കുന്നവർക്ക് ഈ കണ്ട ദൃശ്യങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ്. മരടിലെ 4 ഫ്ളാറ്റുകളും നിലം പൊത്തിയതോടെ കോൺക്രീറ്റ് മാലിന്യങ്ങൾ എങ്ങോട്ട് മാറ്റുമെന്നതാണ് പുതിയ പ്രതിസന്ധി. കരാർ ഏറ്റെടുത്ത കമ്പനി മാലിന്യങ്ങൾ അരൂർ പഞ്ചായത്തിലെ ചന്ദരൂരിലേക്ക് മാറ്റുമെന്ന് പറയുമ്പോൾ അത് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പഞ്ചായത്ത്. അതേസമയം കോൺക്രീറ്റ് മാലിന്യം സമയബന്ധിതമായി നീക്കാമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് മരട് ചെയർപേഴ്സൺ TH നാദിറ പറഞ്ഞു. മരടിലെ 4 ഫ്ളാറ്റുകളും നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിലം പൊത്തിയപ്പോൾ 76,350 ടൺ കോൺക്രീറ്റ് മാലിന്യമാണുണ്ടായത്. ഇത് നീക്കം ചെയ്യാൻ പോംറ്റ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അരൂർ പഞ്ചായത്തിലെ ചന്ദരൂരിലേക്ക് മാലിന്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇത് നിർത്തിവച്ചിരിക്കുകയാണ്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് അനുമതി നൽകില്ലെന്ന് അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നമ്മ പറഞ്ഞു. നമുക്ക് അരൂര് ഇതുവരെ കൊണ്ടുവരുന്നതായോ അതിൻ്റെ ഒരു അനുമതിയോ അനുവാദമോ ഇന്നുവരെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല ആരും. നമ്മുടെ പ്രദേശത്തുള്ളവർ അങ്ങനെ വരുമെന്നുള്ളൊരു ആശങ്ക കൊണ്ട് പരിസരത്തുള്ളവർ നമുക്ക് പരാതി തന്നിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനാണ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതേസമയം വേസ്റ്റ് സമയബന്ധിതമായി നീക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മരട് മുനിസിപ്പാലിറ്റി. 70 ദിവസത്തിനുള്ളിൽ മാറ്റാമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടെന്ന് മരട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞു. തുടക്കം മുതലേ തന്നെ പൊളിക്കൽ അവശിഷ്ടങ്ങൾ ഒരു പ്രോംപ്റ്റ് എന്റർപ്രൈസസ് എന്നൊരു കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ തന്നെ മരട് നഗരസഭ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവരിലൂടെ അത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കും. ചന്ദരൂരിന് പുറമെ എഴുപുന്നയിലും മാലിന്യം നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അവിടെയും നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഫ്ളാറ്റുകൾ പൊളിച്ചത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ നാളെ സുപ്രീം കോടതിക്ക് സമർപ്പിക്കും. എന്നാൽ പൊളിച്ച 4 ഫ്ളാറ്റുകളുടെയും ഭൂമിയുടെ കാര്യത്തിൽ അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. തീരസംരക്ഷണ നിയമം ലംഘിച്ച് നിർമ്മിച്ച 4 ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാൻ സുപ്രീം കോടതി നൽകിയ സമയപരിധി ഇന്നായിരുന്നു. ഇത് പൊളിച്ചു നീക്കിയതായി ചീഫ് സെക്രട്ടറി നാളെ സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകും. ഫ്ളാറ്റുകൾ പൊളിച്ചപ്പോൾ കാര്യമായ കേടുപാടുകൾ സമീപത്തെ കെട്ടിടങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കാര്യമായ ഇൻഷുറൻസ് തുകയും ആർക്കും നൽകേണ്ടി വരില്ല. ഈ ഫ്ളാറ്റുകൾ നിലനിന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഫ്ളാറ്റ് ഉടമകൾക്ക് കൂട്ടത്തോടെയാണ്. എന്നാൽ തീരസംരക്ഷണ നിയമം ലംഘിച്ച് ചില ഫ്ളാറ്റുകൾ ഭൂമി കയ്യേറിയിരുന്നു. ഈ ഭാഗം സർക്കാരിന് വിട്ടു നൽകേണ്ടി വരും. ഫ്ളാറ്റുകളുടെ കാര്യത്തിലും ഭൂമിയുടെ കാര്യത്തിലും നിയമ പോരാട്ടം തുടരുമെന്നാണ് ഫ്ളാറ്റ് ഉടമകൾ പറയുന്നത്. നിശ്ചയമായിട്ടും പിന്നെ എന്താ സംശയം, വയനാട്ടിലെ ബിക്കോസിനോ ഞങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് കയറില്ലെന്ന് ഇതേവരെ കാരണം പറയാൻ പറ്റുന്നില്ലല്ലോ. എന്താണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് തെറ്റെന്നാണ് ഞങ്ങൾക്കൊന്നും അറിയേണ്ടത്. അതിപ്പോഴും ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഇവരുടെ ഭൂമിയുടെ കാര്യത്തിൽ സർക്കാരോ സുപ്രീം കോടതിയോ നിലപാട് വ്യക്തമാക്കുമെന്നാണ് കരുതുന്നത്. ന്യൂസ് 18 കൊച്ചി.
പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് പ്രചാരണത്തിനെത്തിയ എ പി അബ്ദുള്ള കുട്ടിയെ ഒരു സംഘം തടഞ്ഞു. തിരുവനന്തപുരം കല്ലിൻമൂട്ടിലാണ് സംഭവം. വീടുകളിൽ ലഘുലേഖ വിതരണം ചെയ്യാനുള്ള ശ്രമമാണ് തടഞ്ഞത്. PG സജിത്ത് ചേരുന്ന സജിത്ത്, എന്താണ് സംഭവിച്ചത്? അവരെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? മൗദൂദിവാദികളാണ്. ആ വിഷയം നമുക്ക് അംഗീകരിക്കാൻ പറ്റും. നമ്മൾ പ്രവാചകന്റെ ആളുകൾ എന്നിട്ടാണ് എന്താ ലക്കും ജീവിതം വലിയ ആരൊക്കെയാണ് ഇതിൽ? എല്ലാവരും ഉണ്ട്. നമുക്ക് ഡൗട്ട് തെറ്റിദ്ധരിക്കരുത്. ഒരാളെ ശരിയായിട്ട് തന്നെയാണ് ധരിച്ചേക്കുന്നത്. ശരി അറിയാം, അതാണ് ശരി മനസ്സിലാകാതായിരുന്നു നമുക്കറിയാം. മനസ്സിലാക്കുക, ഒരു മുസൽമാനെടുത്ത് പോകേണ്ടി വരും. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയായിട്ട് കേന്ദ്ര ഗവൺമെന്റ്. PG സജിത്ത് ചേരുകയാണ്. സജിത്ത്, എന്താണ് സംഭവിച്ചത്? BJP പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ അബ്ദുള്ളക്കുട്ടി തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവനന്തപുരത്തെ ആറ്റുകാൽ മേഖലയിലാണ് അദ്ദേഹം സന്ദർശനം നടത്തി വീടുകളിൽ ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ട് ഇത് സംബന്ധിച്ച് BJPയുടെ നിലപാട് വിശദീകരിച്ചത്. ഇതിനെതിരെയാണ് ഒരു സംഘം ആളുകൾ എത്തി അദ്ദേഹത്തെ തടഞ്ഞത്. അവിടെ പ്രചരണം നടത്താൻ കഴിയില്ല, വീടുകളിൽ കയറി ലഘുലേഖ വിതരണം ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇവരെടുത്തത്. ഇതേ തുടർന്ന് വാക്കുതർക്കമായി. ഇത് സംബന്ധിച്ച് BJPയുടെ നിലപാടിനെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കുറച്ച് ആളുകൾ സംഘടിച്ചെത്തുകയും BJPയെ ന്യായീകരിച്ചുകൊണ്ടും ഈ നിയമത്തെ അനുകൂലിച്ചുകൊണ്ടും അബ്ദുള്ളക്കുട്ടി നിലപാടെടുക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വീടുകളിൽ കയറാൻ കഴിയില്ല എന്ന ആളുകൾ പ്രതിഷേധമുയർത്തിയതോടെ പിന്നീട് ഇവർ പിരിഞ്ഞുപോയി. ഇതായിരുന്നു സംഭവിച്ചത്. ശരി സജിത്ത്. കളിയിക്കാവിളയിൽ പോലീസുകാരനെ വെടിവെച്ച് കൊന്ന പ്രതികളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 4 പേർ പിടിയിൽ. കൊല്ലം പാലരുവിയിൽ നിന്ന് പിടിയിലായ ഇവരെ തമിഴ്നാട് പോലീസിന് കൈമാറി. ഇവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമേ പറയാനാകൂ എന്ന് പോലീസ് പറഞ്ഞു. കോട്ടയം മേവള്ളൂരിൽ ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്തു. അച്ഛൻ, അമ്മ, മകൾ എന്നിവരാണ് മരിച്ചത്. അച്ഛനും അമ്മയും തൂങ്ങി മരിച്ച നിലയിലും മകളെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. മകൾ ലൈംഗിക പീഡനത്തിനിരയായതായി പോലീസ് പറഞ്ഞു. ഈ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. KPCC പുനഃസംഘടനയിൽ കഴിവാണ് മാനദണ്ഡമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഒരാൾക്ക് ഒരു പദവിയാണ് നല്ലത്. ഇത്തവണ പുനഃസംഘടനയിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ. ജനപ്രതിനിധികളെ പാർട്ടി ആവശ്യങ്ങൾക്കായി പൂർണ്ണമായും വിനിയോഗിക്കാൻ സാധിക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്നും ഡൽഹി യാത്രയ്ക്ക് മുമ്പ് മുല്ലപ്പള്ളി പറഞ്ഞു. പുനഃസംഘടന സംബന്ധമായി തീരുമാനം ഉണ്ടാകും എന്ന പ്രത്യാശയോടുകൂടിയാണ് ഞാൻ പോകുന്നത്. ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ്. ഇത് സംബന്ധമായിട്ട് ഒരന്തിമ പട്ടിക തയ്യാറാക്കിയിട്ട് ഞങ്ങൾ ഇതുവരെ സബ്മിറ്റ് ചെയ്തില്ല എന്നാണ് യാഥാർത്ഥ്യം. ഒരു വലിയ കമ്മിറ്റി വെച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല. പൗരത്വ ബില്ലിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് മലപ്പുറത്ത് ദേശരക്ഷാ മതിൽ സംഘടിപ്പിച്ചു. വൈകുന്നേരം 4:45 മുതൽ 5 മണി വരെ അങ്ങാടിപ്പുറം മുതൽ തിരുരങ്ങാടി വരെ ആയിരുന്നു മനുഷ്യമതിൽ. ലീഗ് ജില്ലാ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അങ്ങാടിപ്പുറത്ത് മതിലിൽ ആദ്യ കണ്ണിയായി. ET മുഹമ്മദ് ബഷീർ തിരുരങ്ങാടിയിലും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി MP തുടങ്ങിയവർ മലപ്പുറത്തും മതിലിന്റെ ഭാഗമായി. എൽദോ എബ്രഹാം MLA വിവാഹിതനായി. മൂവാറ്റുപുഴ കുന്നക്കുരുടി സെയിന്റ് ജോർജ് യാക്കോബായ പള്ളിയിലായിരുന്നു വിവാഹം. മൂവാറ്റുപുഴ മണ്ഡലത്തിലെ കല്ലൂർക്കാട് സ്വദേശിനി ഡോക്ടർ ആഗി മേരി അഗസ്റ്റിനാണ് വധു. മാത്യൂസ് മോർ അഫ്രേം മെത്രാപ്പോലിത്ത വിവാഹ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മന്ത്രി തിലോത്തമൻ, MLA-മാരായ എൽദോസ് കുന്നപ്പള്ളി, ബിജി ബോൾ, മുൻ MLA ജോണി നെല്ലൂർ, മുൻ MP ജോയിസ് ജോർജ് തുടങ്ങി നിരവധി